ഗൈസ് അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ല മിറാക്കിളായിട്ടുള്ളൊരു പംകിൻ ഫേഷ്യലാണ്. അപ്പോൾ എനിക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ പംകിൻ സൂപ്പിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഹെയറിനും അതേപോലെ തന്നെ സ്കിന്നിനൊക്കെ ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വെജിറ്റബിളാണ് പംകിന്ന്. അപ്പം നന്നായിട്ട് ബ്രൈറ്റൻ ആക്കാനും സഹായിക്കുകയും ചെയ്യും. ടാൻ അതേപോലത്തെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 1 to 2 ഷെയ്ഡ് വരെ നമ്മുടെ സ്കിന്നിൽ ചേഞ്ച് ആക്കാൻ നമ്മുടെ പംകിനെ സഹായിക്കും. അപ്പോൾ ഞാനിന്നൊരു ലൈവ് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ധാരാളം ആൻറ്റി ഓക്സിഡൻസും വൈറ്റമിൻ എ സി ഇ ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വെജിറ്റബിളാണ്. ഇതൊരു ലൈക്ക് ഫേഷ്യൽ ഗ്ലോ ആണ് തരുന്നത്. ഇതൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് നമുക്ക് തരുന്നത്. ഞാൻ തന്നെ നെട്ടിപ്പോയി. അപ്പോൾ നമ്മളെ പുറത്തുനിന്ന് ഒരുപാട് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് എത്രയൊക്കെ കെമിക്കൽ ഫ്രീ പാരബൻ ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരുപാട് പ്രിസർവേറ്റീവ്സ് അതിനകത്തുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു അടിപൊളി ഫേഷ്യലാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇതിപ്പോൾ ആഫ്റ്റർ ലുക്കാണ് കേട്ടോ. അതേപോലെ തന്നെ ഇത് ബിഫോർ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മത്തങ്ങയുടെ പേസ്റ്റാണ്. അത് ഞാൻ കുറച്ചെടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങയുടെ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എല്ലാ ഇതിൻ്റെയും ബേസായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്ലെൻസിങ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ പാലും മത്തങ്ങയുടെ പേസ്റ്റും 1 സ്പൂൺ തേനും ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം നാച്ചുറൽ ക്ലെൻസിങ് ഏജൻറ്റ് നമ്മുടെ പാലും അതേപോലെ തന്നെ തേനും തരും. തേൻ നല്ല മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആയതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയുക. ക്ലെൻസിങ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് നമ്മുടെ മുഖം ഒന്ന് നനയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് സ്ക്രബാണ്. അപ്പോൾ സ്ക്രബിന് വേണ്ടിയിട്ട് ഞാനിവിടെ എഗെയിൻ 1 സ്പൂൺ മത്തങ്ങയുടെ പ്യൂരി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം സ്ക്രബിന് നന്നായിട്ട് തരിതരിപ്പ് വേണം. അപ്പോൾ തരിതരിപ്പ് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ റിമൂവ് ചെയ്യാൻ സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 2 സ്പൂൺ ഓട്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ഓട്സ് ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതും അതേപോലെ തന്നെ നമ്മുടെ സ്ക്രബ് മുഖത്ത് ഒന്ന് പെറ്റ് അതൊന്ന് മൈൽഡായിട്ട് 2 to 3 മിനിറ്റ്സ് ഒന്ന് പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം മുഖത്ത് വെക്കാം, അല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ വാഷ് ഓഫ് ചെയ്ത് കളയാം. അപ്പോൾ ഇനി എനിക്കിതിൽ കുറച്ചും കൂടി ഓട്സിൻ്റെ പൊടി ആവശ്യം തോന്നിയിട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്തത്. അതേപോലെ കുറച്ച് തിക്കായിട്ട് തോന്നി, അപ്പോൾ ഞാൻ തൈരും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എമൗണ്ട് കൂട്ടിയും കുറച്ചും ചെയ്യാം. ഞാനിവിടെ ഒരാൾക്കുള്ള എമൗണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടിയും തരിതരിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ത്രിഫല പൊടി യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓറഞ്ച് പീൽ പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അരിപ്പൊടി ആണെങ്കിലും പ്രശ്നമല്ല കേട്ടോ. സ്ക്രബ് ഒരുപാട് തിക്കാക്കണ്ട. അപ്പോൾ ഞാൻ കുറച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് തൈരും കൂടി ആഡ് ചെയ്ത് ലൂസാക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല പോലെ നമ്മുടെ മൈൽഡായിട്ട് വേണം സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാൻ. അപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ മുഖം ഒന്ന് ആവി കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 സ്പൂൺ മുൾട്ടാനി മിട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുൾട്ടാനി മിട്ടി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ഏതാണോ പ്രിഫർ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മത്തങ്ങയുടെ പ്യൂരി ആഡ് ചെയ്യാം. നമ്മൾ ആവി കൊള്ളുമ്പോൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും മിനിമം കൊള്ളാൻ നോക്കാം കേട്ടോ. അതിൻ്റെ അകത്തൊന്ന് മുഖം തുടച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 സ്പൂൺ തൈര് ആഡ് ചെയ്യാം. തൈര് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലീച്ചിങ് ഏജൻറ്റ് ഒരുപാട് തരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതേപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് ടാൻ റിമൂവറാണ്. കരിവാളിപ്പൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് ഡ്രൈ ആയി പോകേണ്ട, ഒരു 90% ഡ്രൈ ആകുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഫേസ് മസാജ് ക്രീമാണ്. ഇപ്പോൾ നമ്മൾ സ്ക്രബൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് മോയ്സ്ചറൈസ് ആക്കാൻ വേണ്ടിയിട്ടൊന്ന് കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് മസാജ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ അലോവേര കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഹോംലി അലോവേര ഇല്ലെങ്കിൽ പുറത്തുനിന്ന് അലോവേര വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന അലോവേര ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ തൈരും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇത് നമുക്ക് നന്നായിട്ട് 5 to 6 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവണം. കണ്ടോ, നന്നായിട്ട് ക്രീമി ടെക്സ്ചർ ആവണം. എന്നാലാണ് നമ്മുടെ മസാജിങ് ക്രീം കറക്റ്റ് ആവുള്ളൂ കേട്ടോ.
അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ കാണിച്ചു തരാണ്. ഫസ്റ്റ് നമ്മുടെ ക്ലെൻസിങ് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം അത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇതൊരു 3 to 6 minutes ഒന്ന് മൈൽഡായിട്ട് സ്ക്രബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ എല്ലാം റിമൂവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്ക്രബിങ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് സ്റ്റീം ചെയ്യാം കേട്ടോ. എന്നിട്ട് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇപ്പോൾ സ്ക്രബിങ് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കണ്ടോ, എനിക്ക് നല്ല ലൈവ് റിസൾട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഫേസ് പാക്കാണ്. അത് നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. ഒരുപാട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 90% ഉണങ്ങുമ്പോഴത്തേക്കും നമുക്കത് വാഷ് ഓഫ് ചെയ്ത് കളയാം. ഇപ്പം ഞാൻ വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എനിക്കിപ്പോൾ തന്നെ നല്ല റിസൾട്ട് തോന്നുന്നുണ്ട്. ഇനി അവസാനം ഒന്ന് മോയ്സ്ചർ ആക്കാൻ വേണ്ടിയിട്ട്, ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മസാജിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു 5 to 6 minutes എന്തായാലും നന്നായിട്ട് മസാജ് ചെയ്യണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാം വാഷ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിച്ചു തരാണ്. എനിക്ക് തന്നെ നല്ല ഗ്ലോ തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ കമ്പയർ ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ആഫ്റ്റർ ലുക്കും ബിഫോർ ലുക്കും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു എഡിറ്റഡ് ആപ്പും ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. ഇൻസ്റ്റൻറ്റ് ലൈവ് റിസൾട്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ ലൈവ് റിസൾട്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മുടെ ആഫ്റ്റർ ഹാൻഡാണ് കേട്ടോ. നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൈയാണ്. ഇത് മറ്റത് ഞാനൊന്നും ചെയ്യാതെ തന്നെ എടുത്ത കൈയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ റിസൾട്ട് കാണാം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരും. അതുവരെ അസ്സലാമു അലൈക്കും.